ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ പൊടിവാറുന്ന മണ്ണിലൂടെ ഓടിക്കളിച്ചിരുന്നത് ഓർമ്മയുണ്ടോ? കാറ്റിൽ പാറുന്ന അപ്പൂപ്പൻ താടിയെ പിടിക്കാനായി താളം തെറ്റാതെ ഓടിയ ആ ചെറുകാലുകൾ ആ മണ്ണിലും ചളിയിലും വീഴുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുമുഖങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെയൊക്കെ ചെറുപ്പകാലം ഒരുപക്ഷെ ഈ രീതിയിലായിരുന്നു. ഇന്ന് ആ ചിരിയുടെ സ്ഥാനത്ത് സ്ക്രീനുകളുടെ നീല പ്രകാശമാണ്. കണ്ണുകളുടെ മുൻപിൽ പിക്സലുകളാണ്. കൈകളിൽ ചൂടായ മൊബൈൽ ഫോണുകളാണ്. ഇത് വെറും കളിയല്ലേ, ഒന്ന് കാർട്ടൂൺ കണ്ടാൽ എന്താ കുഴപ്പം, കുറച്ചു സമയം മിണ്ടാതിരിക്കുമല്ലോ എന്നാണ് മാതാപിതാക്കൾ കരുതുന്നത്. പക്ഷെ അവർ തിരിച്ചറിയാത്ത ഒരു പ്രശ്നമുണ്ട്. ആ ഓരോ ഫ്രെയിമും ആ ഓരോ ചലനവും കുട്ടിയുടെ വളരുന്ന മസ്തിഷ്കത്തിൽ എന്തു മാറ്റം സൃഷ്ടിക്കുന്നു എന്ന ഒരു പ്രശ്നം. ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക്. മനുഷ്യ മസ്തിഷ്കം ഏറ്റവും വേഗത്തിൽ വളരുന്നത് ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 5 വർഷങ്ങളിലാണ്. ആ വർഷങ്ങളിലാണ് ഒരു കുട്ടി സംസാരിക്കാൻ, ചിന്തിക്കാൻ, ബന്ധം തിരിച്ചറിയാൻ, ലോകത്തെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ആ കാലയളവിൽ തന്നെ മൊബൈൽ ഫോൺ സ്ക്രീൻ എന്ന ആ പ്രകാശിക്കുന്ന ചതുരം അവൻ്റെ ലോകത്തിൻ്റെ കേന്ദ്രമായാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാർട്ടൂൺ കാണിച്ചാലേ ഭക്ഷണം കഴിക്കൂ, യൂട്യൂബ് ഓണാക്കിയില്ലെങ്കിൽ ഉറങ്ങില്ല, ഫോണില്ലെങ്കിൽ കരച്ചിൽ തന്നെ. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ശീലമല്ല, ഇതൊരു അഡിക്ഷനാണ്. മസ്തിഷ്കം അതിനെ ഡോപ്പമൈൻ എന്ന രാസവസ്തുവിലൂടെ പ്രതിഫലനം കൊടുക്കുന്നു. ഓരോ തവണ കാർട്ടൂണിലെ നിറങ്ങൾ മാറുമ്പോഴും സംഗീതം കഠിനമാകുമ്പോഴും ആ ഡോപ്പമൈൻ ഒഴുകുന്നുണ്ട്. മസ്തിഷ്കം അതിനെ ആസ്വദിക്കുന്നുണ്ട്, വീണ്ടും 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 എന്നോണം. എന്നാൽ അതിന് കൊടുക്കേണ്ട വില എന്താണ് എന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല. കുട്ടികളുടെ ധാരണാശക്തി കുറഞ്ഞു പോകുന്നു. യഥാർത്ഥ ലോകവുമായുള്ള ബന്ധം ദുർബലമാകുന്നു. കുട്ടി ചുറ്റുപാടുകളിൽ നിന്നും അകലം പാലിക്കുന്നു. കുട്ടിയുടെ കണ്ണുകൾ TV സ്ക്രീനിൽ, മാതാപിതാക്കളുടെ കണ്ണുകൾ മൊബൈലിൽ. 2 തലമുറകളും സംസാരിക്കുന്നുണ്ട്, പക്ഷേ പരസ്പരമല്ല എന്ന് മാത്രം. പകരം മെഷീനുകളോടാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ സ്വയം ചോദിക്കേണ്ട സമയമായിരിക്കുന്നു, നാം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് സൗകര്യമോ അതോ അവർക്ക് അറിയാതെ അവരിലേക്ക് എത്തുന്ന ഏകാന്തതയോ? നമ്മൾ കാണുന്ന ഓരോ വീഡിയോയുടെയും ഓരോ ഗെയിമിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു രാസവസ്തുവാണ്. അതിൻ്റെ പേര് ഡോപ്പമൈൻ എന്നാണ്. സുഖത്തിൻ്റെ സന്ദേശവാഹകനെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കുന്നതിൽ തെറ്റില്ല. ഇതേസമയം കുട്ടികൾക്ക് കളിച്ചാൽ സന്തോഷം കിട്ടുന്നുണ്ട്, പുതിയതൊന്ന് കണ്ടാൽ ആവേശം തോന്നുന്നുണ്ട്. പക്ഷേ സ്ക്രീനിൽ അത് 1000 മടങ്ങ് അധികമാണ്. ഒരു ചെറു കാർട്ടൂൺ വീഡിയോ പെട്ടെന്ന് നിറം മാറുന്നു, ശബ്ദങ്ങൾ മാറുന്നു, കഥാപാത്രങ്ങൾ ചാടുന്നു, വീഴുന്നു, പൊട്ടിത്തെറിക്കുന്നു. ഇത് മസ്തിഷ്കത്തിൽ ഡോപ്പമൈൻ പ്രവാഹം വർദ്ധിപ്പിക്കുന്നു. പക്ഷെ ഓരോ തവണയും അത് വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ മസ്തിഷ്കം അതിനോട് പരിചിതമാകുന്നു. ഇനി അതേ ആവേശം ലഭിക്കാൻ കൂടുതൽ ഉത്തേജനം വേണം എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതിനാലാണ് ഇന്നലെ കാണിച്ച കാർട്ടൂൺ കുട്ടിയെ ആകർഷിച്ചെങ്കിലും ഇന്ന് അതേ വീഡിയോ അവനെ ബോറടിപ്പിക്കുന്നത്. ഇത് ആധുനിക ബാല്യത്തിൻ്റെ അടിമത്വം എന്നൊരു അവസ്ഥയാണ്. നിശബ്ദമെങ്കിലും ശക്തമായ രാസായുധം. മസ്തിഷ്കത്തിൻ്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്നു. ഒരു നിമിഷത്തിൽ പോലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകുന്നു. അവരുടെ മനസ്സ് ചിതറിപ്പോകുന്നു. ഇത് വെറും കുട്ടികൾക്കുള്ള പ്രശ്നം മാത്രമായി കാണേണ്ട. ഇതെല്ലാവരുടെയും ഭാവിയിൽ പഠനശേഷിയെയും സാമൂഹിക ബന്ധങ്ങളെയും കൂടുതൽ ഗൗരവമായി ബാധിക്കുന്ന ഒന്നാണ്. പഠനം തുടങ്ങുമ്പോൾ പുസ്തകത്തിൻ്റെ പേജുകൾ നിറമുള്ള സ്ക്രീനുകൾ പോലെയായിരിക്കില്ല. പുസ്തകത്തിന് ശബ്ദമില്ല, എഫക്റ്റുകളില്ല, വേഗതയില്ല. അതിനാൽ കുട്ടികൾക്ക് ബോറടിക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ പാഠപുസ്തകത്തിൽ നിന്നും മാറി സ്ക്രീനിലേക്ക് തിരിയും. അവിടെ തന്നെയാണ് അവൻ്റെ മസ്തിഷ്കം ആഗ്രഹിക്കുന്ന ഉത്തേജനം ലഭിക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ തന്നെ തിരിച്ചറിയണം. കുട്ടികൾ ഫോണിന് അടിമകളാകുന്നത് അവരുടേതായ തെറ്റല്ല. അത് അവരുടെ മസ്തിഷ്കത്തിൻ്റെ പ്രതിഫലന വ്യവസ്ഥ ആ രീതിയിൽ നമ്മൾ അറിയാതെ രൂപപ്പെടുത്തി എന്നതിൻ്റെ തെളിവാണ്. കുട്ടികൾ വെറും വീഡിയോ കാണുന്നവരല്ല, അവർ പ്രോഗ്രാം ചെയ്യപ്പെടുന്നവരാണ്. കുട്ടി അറിയാതെയാണ് അവൻ്റെ നാഡീവ്യവസ്ഥയെ ആപ്പുകൾ പരിശീലിപ്പിക്കുന്നത്. അവൻ കൂടുതൽ സമയം സ്ക്രീനിൽ ചിലവഴിക്കാനുള്ള രീതിയിൽ. ഒരു കുട്ടി ജനിക്കുന്നത് ശൂന്യമായൊരു പുസ്തകം പോലെയാണ്. അവൻ്റെ ചിന്തകളും പെരുമാറ്റവും അവൻ കാണുന്നതും കേൾക്കുന്നതുമായ ലോകം അവൻ പുസ്തകത്തിൻ്റെ പേജുകളിൽ എഴുതി തുടങ്ങുന്നു. മുമ്പ് ആ ലോകം മാതാപിതാക്കളും കൂട്ടുകാരും വീട്ടിലെ സംഭാഷണങ്ങളും പ്രകൃതിയുമായിരുന്നു. ഇന്ന് ആ ലോകം ഒരു ചെറിയ സ്ക്രീനിൽ ഒതുങ്ങിയിരിക്കുന്നു. കുട്ടി അതിൽ കാണുന്നത് കാർട്ടൂണുകൾ മാത്രമല്ല, അവൻ കാണുന്നത് പെരുമാറ്റത്തിൻ്റെ മാതൃകകൾ കൂടിയാണ്. മനുഷ്യശാസ്ത്രം പറയുന്നു, കുട്ടികൾ അവരുടെ പ്രാരംഭ വർഷങ്ങളിൽ അനുകരണത്തിലൂടെയാണ് പഠിക്കുന്നത്. അവർ കാണുന്നതിന് തന്നെയാണ് അവർ പെരുമാറ്റമാക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ അനുകരിക്കുന്നത് മനുഷ്യരെയല്ല, ആനിമേറ്റഡ് പ്രതീകങ്ങളെയാണ്. അവരുടെ ബുദ്ധി ഇപ്പോഴും യാഥാർത്ഥ്യവും കൃത്രിമതയും വേർതിരിക്കാൻ വളർന്നിട്ടില്ല. അതിനാൽ കാർട്ടൂണിലെ കോപം, നർമ്മം, കരച്ചിൽ അവർക്കെല്ലാം യഥാർത്ഥം തന്നെയാണ്. ഒരു പഠനം പറയുന്നത് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ദിവസം 3 മണിക്കൂറിലധികം സ്ക്രീൻ കാണുമ്പോൾ അവരുടെ ഭാഷാ വളർച്ചയും സാമൂഹിക പ്രതികരണവും മന്ദഗതിയിലാകുമെന്നാണ്. അവർ സംസാരിക്കാൻ വൈകും, മറ്റുള്ളവരുമായി കളിക്കാൻ മടിക്കും, കാഴ്ചയും കേൾവിയും വഴിയുള്ള ലോകം മാത്രം അവരുടെ യാഥാർത്ഥ്യമായി മാറും. നമ്മൾ പലപ്പോഴും പറയുന്നത് കേൾക്കാം, ഇന്നത്തെ കുട്ടികൾക്ക് അടങ്ങിയിരിക്കാൻ അറിയില്ല. പക്ഷെ അവർ അടങ്ങാത്തതല്ല, അവർ അവരിൽ പതിപ്പിച്ച ലോകമനുസരിച്ചാണ് അവർ പെരുമാറുന്നത്. അത് ഒരുക്കിക്കൊടുത്തത് നമ്മളും. സമാധാനം അവർ കാണുന്നില്ല,
അതുകൊണ്ട് അവർ പഠിക്കുന്നുമില്ല. അതിനാൽ യഥാർത്ഥ ജീവിതത്തിലെ നിശബ്ദത അവരെ അസ്വസ്ഥരാക്കുന്നു. എങ്കിലും എല്ലാം നഷ്ടമായിട്ടില്ല. കുട്ടികൾക്ക് അതിശയകരമായ മസ്തിഷ്ക പുനഃസംഘടനാ ശേഷിയുണ്ട്. അവർക്ക് യഥാർത്ഥ ലോകത്തോടുള്ള ബന്ധം തിരികെ നൽകാം. അവർക്കായി സമയം നീക്കി അവരുമായി സംസാരിച്ച് കൂടെ ഇരുന്ന് കൂടെ കളിച്ച് അവരെ തിരികെ നമുക്ക് കൊണ്ടുവരാം. അതുമാത്രമാണ് രക്ഷ. ഒരു വീട്ടിൽ വൈകുന്നേരത്തെ 6 മണി. അമ്മ അടുക്കളയിൽ തിരക്കിലാണ്. അച്ഛൻ ഫോണിൽ ഒരു മീറ്റിംഗിൽ. 3 വയസ്സുള്ള കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഒരു നിമിഷത്തെ ശാന്തത വേണം. ഒരേ ഒരു പരിഹാരം മാത്രം: ഫോണിൽ വീഡിയോ കാണിച്ചു കൊടുക്കുക. പെട്ടെന്ന് കുട്ടി നിശബ്ദമാകുന്നു. മുറിയിൽ സമാധാനവും അമ്മയ്ക്ക് തോന്നുന്നു. പ്രശ്നം മുഴുവൻ തീർന്നു. സിമ്പിൾ. പക്ഷേ ആ ശാന്തതയുടെ പിന്നിൽ എന്താണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ കൈകളിൽ നിന്ന് ഒരു ഫോൺ മാത്രമല്ല, കുട്ടിയുടെ വളർച്ചയുടെ നിയന്ത്രണവും വഴിമാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാതാപിതാക്കൾക്കിത് സൗകര്യം പോലെ തോന്നും. പക്ഷേ കുട്ടിക്ക് അതൊരു ശീലമായി വളരും. മൊബൈൽ കാണുമ്പോഴാണ് അവൻ സമാധാനിക്കുന്നതെങ്കിൽ മൊബൈൽ ഇല്ലാത്ത ലോകം അവന് അസ്വസ്ഥമായി മാറും. പല രക്ഷിതാക്കളും പറയുന്നു, കുറച്ചു നേരം കാണിക്കുന്നതിൽ എന്താണ് പ്രശ്നം? പക്ഷേ അവർക്കറിയില്ല, ഓരോ തവണയും അവർ അത് ചെയ്യുമ്പോൾ അവൻ അനുഭവം മാറ്റാനുള്ള മാർഗം പഠിക്കുന്നു. ദുഃഖം വന്നാൽ ഫോൺ, ബോറടിച്ചാൽ ഫോൺ, കോപം വന്നാൽ ഫോൺ. അങ്ങനെ ജീവിതത്തിലെ എല്ലാ വികാരങ്ങൾക്കും ഒരു ബട്ടൺ മറുപടിയാവുന്നു. മനുഷ്യൻ്റെ വികാരങ്ങൾ പ്രകൃതിയാൽ തീർത്തതാണ്. അവയെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും കുട്ടികൾക്ക് സമയം വേണം, അനുഭവം വേണം. പക്ഷേ സ്ക്രീൻ ആ അവസരം അവരിൽ നിന്നും കവർന്നുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് തോന്നും, ഇവൻ സന്തോഷവാനാണ്, ചിരിക്കുന്നു. പക്ഷേ ആ ചിരി പിക്സലുകളുടെ പ്രതിഫലനം മാത്രമാണ്. അവനിപ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ ഭാഷ മറന്നിരിക്കുന്നു. മൊബൈൽ ഫോണുകൾ കുട്ടികളുടെ കളിപ്പാട്ടമല്ല, അത് മുതിർന്നവർക്കുള്ള ആശ്വാസ നിയന്ത്രണം മാത്രമാണ്. പക്ഷേ അതിൻ്റെ വില കുട്ടികളാണ് കൊടുക്കുന്നത്. പലരും പറയുന്നു, നമ്മളും ചെറുതായിരുന്നപ്പോൾ TV കണ്ടല്ലോ. അതെ, നമ്മൾ TV കണ്ടു. പക്ഷേ TV മുറിയിലായിരുന്നു. ഫോൺ ഇപ്പോൾ കയ്യിലാണ്. TV പ്രോഗ്രാം നിശ്ചിത സമയത്ത് മാത്രമായിരുന്നു. ഫോൺ 24 മണിക്കൂറും തുറന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ്. ഇവിടെ ചോദിക്കേണ്ടത്, കുട്ടികൾ ഫോൺ നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ശാന്തത പകരം കുട്ടികൾക്ക് നഷ്ടമാകുന്നത് എന്താണ്? ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത ഒരു ബാല്യം, മണ്ണിൽ കളിച്ചുകൊണ്ട് കിട്ടിയിരുന്ന അതിശയബോധം, മാതാപിതാക്കളുടെ ശബ്ദത്തിൽ നിന്നെത്തിയിരുന്ന ആ ആത്മബന്ധം, ഇവയെല്ലാം ഒരു സ്ക്രീനിൻ്റെ കിനാവായി മാറിക്കൊണ്ടിരിക്കുന്നു. വീട് നിശബ്ദമാണ്. മാതാപിതാക്കൾ തങ്ങളുടെ ഫോണിൽ, കുട്ടി തൻ്റെ സ്ക്രീനിൽ. മുറിയിൽ ആർക്കും ഒന്നും സംസാരിക്കാനില്ല. എല്ലാവരും ഓൺലൈനിൽ. പക്ഷേ ആരും ഒരുമിച്ച് ബന്ധത്തിലില്ല. ഒരിക്കൽ ഈ വീടുകൾ നിറഞ്ഞിരുന്നത് ചിരികളാലും കളികളാലും ചെറിയ തർക്കങ്ങളാൽ പോലുമാണ്. ഇന്ന് ആ ശബ്ദം മാറി. ഇതിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ടോൺ, ഒരു ക്ലിക്കിൻ്റെ ശബ്ദം, ഒരു റീലിൻ്റെ സംഗീതം എന്നതായി. കുട്ടി അച്ഛനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അച്ഛ എൻ്റെ കൂടെ കളിക്കുമോ? പക്ഷെ അച്ഛൻ പറയുന്നു, ഒന്ന് കാത്തിരിക്കും മോളെ, ഈ കോളൊന്ന് തീർക്കട്ടെ. അവൻ കാത്തിരിക്കുന്നു. മറ്റൊരു റീൽ തുടങ്ങിപ്പോകുന്നു. ആ സമയം അവൻ്റെ ചോദിക്കാനുള്ള ആഗ്രഹം പോലും അപ്രത്യക്ഷമാകുന്നു. ഇത് വെറും ഫോൺ ഉപയോഗത്തിൻ്റെ പ്രശ്നമല്ല, ഇത് ബന്ധം നഷ്ടമാകുന്ന സമൂഹത്തിൻ്റെ കഥയാണ്. കുട്ടികൾ സ്നേഹം തേടുമ്പോൾ ലഭിക്കുന്നത് സ്ക്രീനിൻ്റെ വെളിച്ചമാണ്. അവർക്കറിയില്ല, സ്നേഹത്തിൻ്റെ വെളിച്ചം അത് മുഖങ്ങളിലാണോ, സ്പർശനത്തിലാണോ, കണ്ണുകളിലാണോ? നമ്മളാണ് അവരെ പഠിപ്പിക്കേണ്ടത്. കുട്ടിക്ക് ആവശ്യമുള്ളത് കേവലം നിങ്ങളുടെ സമയം മാത്രമല്ല, നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധയാണ്. നിങ്ങൾ അവനെ നോക്കി ചിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ സുരക്ഷിതമെന്ന തോന്നലുണ്ടാവുന്നുണ്ട്. നിങ്ങൾ അവനെ നോക്കാതെ ഫോണിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഞാൻ പ്രാധാന്യമില്ല എന്നൊരു തോന്നൽ വളരുന്നുണ്ട്. ഇതാണ് അവരിൽ വളരുന്ന ആ മിണ്ടാതായ ഏകാന്തത. നമ്മൾ കാണാത്ത, കേൾക്കാത്ത, പക്ഷേ അവരുടെ അകത്ത് വളരുന്ന ഒരു ശാന്തമായ ചിരിയില്ലായ്മ. പക്ഷേ ഇപ്പോഴും വൈകിയിട്ടില്ല. ബന്ധം തിരികെ തുടങ്ങാൻ വലിയ കാര്യങ്ങൾ ആവശ്യമില്ല. കുറച്ച് മിനിറ്റുകൾ ഫോൺ അകറ്റി മാറ്റി വെക്കുക. ഒരു കഥ പറഞ്ഞു കൊടുക്കുക. അവൻ ചോദിച്ചാൽ ശ്രദ്ധയോടെ മറുപടി പറയുക. അവൻ ചിരിച്ചാൽ കൂടെ ചിരിക്കുക. അവൻ കരഞ്ഞാൽ ചേർത്ത് പിടിക്കുക. അതുതന്നെയാണ് വളർച്ചയുടെ വേരുകൾ. അവിടെ നിന്നാണ് ലോകത്തിനെ തിരിച്ചറിയാനുള്ള അവൻ്റെ ആത്മവിശ്വാസം വളരുന്നത്. അവൻ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിശബ്ദതയിൽ പാട്ടുപാടും. അവൻ വീണ്ടും പഠിക്കും. ബന്ധം സ്ക്രീനിലല്ല, ഹൃദയത്തിൽ തന്നെയാണ്. ഓരോ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. അത് കാണാൻ കണ്ണുകൾ തുറക്കണമെന്ന് മാത്രം. മൊബൈൽ അടിമത്തം ഒരു രാത്രി കൊണ്ട് തീരില്ല. പക്ഷെ അതിനെ തോൽപ്പിക്കാം. ഒരു ചുവട് വീതം ദിവസേന എന്നോണം മുന്നോട്ട് പോവുക. ആദ്യമായി ചെയ്യേണ്ടത് സമയം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഭക്ഷണ സമയത്ത് ഫോണുകൾ കയ്യിൽ വെക്കാതിരിക്കുക. ചെറിയ കുട്ടിക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് സ്നേഹത്തിൻ്റെ രൂപത്തിലുള്ള ആശ്വാസമാണ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ കാണേണ്ട ആവശ്യമേയില്ല. അവർക്ക് ആവശ്യമുള്ളത് മനുഷ്യൻ്റെ മുഖവും ശബ്ദവും സ്പർശവും പ്രകൃതിയുടെ ശബ്ദങ്ങളുമാണ്. അതിൽ നിന്ന് തന്നെയാണ് ഭാഷയും ചിന്തയും വളരുന്നത്. കുറച്ച് പ്രായമുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി 1 മണിക്കൂറിൽ താഴെ മാത്രം സ്ക്രീൻ സമയം മതിയാകും. അതുപോലും നിയന്ത്രിതമായി, മാതാപിതാക്കളുടെ കൂടെ ഇരുന്ന്. അവർക്ക് മനസ്സിലാകുന്ന ഉള്ളടക്കം മാത്രമായിരിക്കുകയും വേണം. നിങ്ങൾക്ക് ഇത് എത്ര കഠിനമായി തോന്നിയാലും ഒരാഴ്ച ശ്രമിച്ചു നോക്കുക. കുട്ടിയുടെ കണ്ണുകൾ വീണ്ടും ഉയരും. മുറിയിലേക്ക്, നിങ്ങളുടെ മുഖത്തേക്ക്. അവൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങും, കണ്ടറിയാൻ തുടങ്ങും, കാര്യങ്ങൾ കൂടുതൽ മനോഹരമായി പഠിക്കാൻ തുടങ്ങും.
കുട്ടികളെ പുസ്തകങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക, വായിച്ചു കൊടുക്കുക, ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുക. മഴ പെയ്യുമ്പോൾ പുറത്തുനിന്ന് മഴ നനയാനും ആസ്വദിക്കാനും അനുവദിക്കുക. ആ മണ്ണിൻ്റെ മണവും ചുറ്റുപാടുകളും ഒക്കെ അവൻ്റെ ബാല്യം പുനരുജ്ജീവിപ്പിക്കും. അവൻ്റെ മനസ്സിൽ നിറങ്ങൾ സ്ക്രീനിലൂടെ മാത്രം വരരുത്, അത് ജീവിതത്തിലൂടെ വരട്ടെ. മനുഷ്യരുമായി സംസാരിക്കുമ്പോൾ അവൻ ബന്ധത്തിൻ്റെ ഭാഷ പഠിക്കും. ആഴത്തിൽ നോക്കുമ്പോൾ അവൻ കണ്ണുകളിൽ സത്യസന്ധത കാണും. അതെ, ചില ദിവസങ്ങളിൽ അവർ കരയും, ആവശ്യപ്പെടും, ഫോൺ തരൂ എന്ന് അപേക്ഷിക്കും. പക്ഷേ അത് മദ്യവിമുക്തിയുടെ വേദന പോലെയാണ്. മസ്തിഷ്കം പുതിയ ശാന്തത തേടുകയാണ്. അപ്പോൾ അവനെ ചേർത്ത് പിടിക്കുക. വാക്കുകളിലല്ലാതെ പോലും അവൻ നിങ്ങളുടെ സാന്നിധ്യം വായിച്ചെടുക്കും. ഓർക്കുക, ചെറിയ മാറ്റങ്ങൾ വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ചേർന്നിരിക്കുക, നിശബ്ദതയിലിരിക്കുമ്പോൾ കൂടി അവൻ്റെ കൈ പിടിക്കുക. അതുതന്നെയാണ് ശ്രദ്ധയുടെ പുനർജന്മം. ഫോണിൽ നിന്ന് നീളുന്ന കിരണങ്ങൾ അകറ്റി മനുഷ്യബന്ധത്തിൻ്റെ ചൂട് വീണ്ടും കൊടുക്കുക. അവസാനം നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, കുട്ടികൾക്ക് വേണ്ടത് കേവലം വിനോദങ്ങളല്ല, അതിനേക്കാളുപരി ബന്ധങ്ങളാണ് എന്നതാണ്. സത്യകഥ എന്തെന്നാൽ നമ്മൾ കുട്ടികളുടെ ബാല്യം കെട്ടിപ്പടുക്കാൻ മറന്നുപോയി. അവരുടെ ബാല്യം ഒരു സ്ക്രോളിംഗ് ശബ്ദമായി മാറി. അവരുടെ ചിരി നോട്ടിഫിക്കേഷൻ സൗണ്ടായി ചുരുങ്ങി. പക്ഷേ ഇപ്പോൾ നമുക്ക് അവസരമുണ്ട്, ഒട്ടും വൈകിയിട്ടില്ല. മൊബൈൽ ലോകം നമ്മളെ മുഴുവൻ വിഴുങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വീടുകളിൽ മാറ്റം തുടങ്ങാം. മാറുന്ന ലോകത്ത് സാങ്കേതികതയെ തടയാനാവില്ല, പക്ഷേ അതിനെ നിയന്ത്രിക്കാനാവും. സാങ്കേതികത നമുക്ക് സേവനം ചെയ്യട്ടെ, നമ്മളല്ല അതിൻ്റെ അടിമകളെന്ന് തിരിച്ചറിയുക. സ്മാർട്ട് ഡിവൈസുകൾക്ക് പകരം സ്മാർട്ടായ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അവിടെ ഫീഡ്സ് ഇല്ല, പക്ഷേ അനുഭവങ്ങളുണ്ട്. ലൈക്കുകളില്ല, പക്ഷേ സ്നേഹത്തിൻ്റെ കണ്ണുകളുണ്ട്. റീലുകളില്ല, പക്ഷേ യഥാർത്ഥ ഓർമ്മകളുണ്ട്. നമ്മുടെ കുട്ടികളുടെ ബാല്യം ഒരു സ്ക്രീനിൽ അടയ്ക്കരുത്. മണ്ണിൻ്റെ മണവും മഴയുടെ ശബ്ദവും അവരറിയട്ടെ, അതിൽ വളരട്ടെ. നമ്മുടെ ഓരോ വീടും ഒരു ചെറിയ ബാല്യം രക്ഷിക്കുന്ന കേന്ദ്രമാവട്ടെ. ഓരോ മാതാപിതാക്കളും ഒരു കുഞ്ഞിൻ്റെ ലോകം തിരിച്ചറിഞ്ഞ് അതിനെ മനോഹരമാക്കട്ടെ. പ്രകാശത്തിൻ്റെ, പാട്ടിൻ്റെ, സ്നേഹത്തിൻ്റെ ലോകം. അപ്പോഴാണ് മനുഷ്യർ വീണ്ടും മനുഷ്യരാവുക. കണ്ണുകൾ വീണ്ടും പരസ്പരം കാണുക. ശ്രദ്ധ, സ്നേഹം, സാന്നിധ്യം, ഈ 3 വാക്കുകൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.